നയന വൈദേഹി സുരേഷ് എഴുതിയ ഭ്രാന്തിൻ്റെ നിറം എന്ന പുസ്തകമായിട്ട് അടുത്തത്. പുസ്തകത്തിൻ്റെ 3ാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. DC ബുക്സിൻ്റെ തന്നെ ഇൻപ്രിൻ്റ് ആയിട്ടുള്ള സെഡോറ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് ഭ്രാന്തിൻ്റെ നിറം. അപ്പോൾ നമുക്കിനി പുസ്തകം എങ്ങനെയാണെന്ന് നോക്കിയാലോ. സത്യം പറയാലോ, ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ കണ്ണടച്ചിരുന്നു പോയി. പുസ്തകത്തിലെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിട്ട്. 104 പേജുള്ള ചെറിയൊരു പുസ്തകമാണ് കേട്ടത്. പക്ഷേ അത്രയേറെ ഇമോഷൻസ് ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി ചാടി ചിന്തിക്കുന്ന മനസ്സ്. ആലോചിച്ച് തുടങ്ങുന്നത് ഒരു കാര്യത്തിലായിരിക്കും, പക്ഷെ ചെന്നെത്തുന്നത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരു കാര്യത്തിലായിരിക്കും. അങ്ങനെയാണ് ഈ പുസ്തകത്തിൽ മനസ്സിൻ്റെ ഒരു രീതി പറയുന്നത്. ഭ്രാന്തന്മാരുടെ മനസ്സ് മാത്രമാണ് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഭ്രാന്തന്മാർ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏറെക്കുറെ എല്ലാവരും തന്നെ ചിന്തിച്ച് ചിന്തിച്ച് വേറൊരു ലോകത്തേക്ക് തന്നെ പോകാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭ്രാന്താശുപത്രിയുടെ ഉള്ളിൽ നടക്കുന്ന കഥയും കാര്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ ഒരു ജീവിതം തന്നെ പറയുന്നുണ്ടെന്ന് നമുക്ക് പറയാം. വളരെ ഒരു ജീവിതമുള്ള പുസ്തകം എന്നൊക്കെ പറയാൻ പറ്റിയൊരു പുസ്തകമാണ് കേട്ടോ അത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പുസ്തകം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ കുറച്ച് നേരം ഞാൻ ആലോചിച്ച് കണ്ണടച്ചിരുന്നു പോയിന്ന്. ജീവിതത്തിൽ ചാൻസ് കിട്ടുക വളരെ അപൂർവമാണ്. ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പിടിച്ച് കയറി രക്ഷപ്പെടാൻ നോക്കണം എന്നുള്ള വലിയൊരു മെസ്സേജ് ഈ പുസ്തകത്തിൽ തന്നു പോകുന്നുണ്ട് കേട്ടോ. ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്ന, ജീവിതത്തിൻ്റെ താളോ അങ്ങനെ മറ്റെന്തൊക്കെയോ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് നയന വൈദേഹി സുരേഷ് എഴുതിയ ഭ്രാന്തിൻ്റെ നിറം. മസ്റ്റ് റീഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വായിച്ചിട്ട് അഭിപ്രായം പറയണേ. വായിച്ചവരാണെങ്കിൽ എനിക്ക് ഈ ഫീൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണോ നിങ്ങൾക്കും ഫീൽ ചെയ്തതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നയന വൈദേഹി സുരേഷ് എഴുതിയ ഭ്രാന്തിൻ്റെ നിറം വായിച്ചു നോക്കൂ കേട്ടോ.